മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ ഇതാ നിങ്ങൾ ഇനി പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണെന്ന് എല്ലാവരും തിരിച്ച് സ്കൂളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. 7ാം ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. നമ്മൾ കുറേ അധികം കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ല, അതായത് കോൺസെപ്റ്റ്സ് മൊത്തത്തിൽ മാറി എന്നല്ല, എന്നാലും ആ ഒരു രീതി ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അപ്രോച്ച് മാറിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് നല്ലവണ്ണം നിങ്ങൾ ബേസിക്സും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇന്ന് ഈസി ആയ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ പുതിയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്താ അറിയാം, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 116 into 5 നേരെ മൾട്ടിപ്ലൈ ചെയ്യും, ആൻസർ കാണും, എഴുതും അല്ലേ. പക്ഷേ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒന്നും കൂടെ അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ മകളെ. ഈ 116 into 5 നമുക്ക് എന്താക്കി എഴുതാം എന്നറിയോ, into 10/2 എന്ന് നമുക്ക് എഴുതാം. into 10/2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ 2ഉം ഈ 116ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും അല്ലേ. 116ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എത്രയായി? യെസ്, 2 into 5s are 10. ഇവിടെ ബാക്കി 1 വരും. 2 into 8s are 16. 580 580 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ. അതായത് 116 into 5 ചെയ്യുന്നതിനേക്കാളും നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്താണ്, ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും മക്കളെ. നമ്മുടെ 7 CBSE സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോബ്ലം അഥവാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ സോൾവ് ചെയ്തെത്തുന്ന രീതി എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരു ആൻസറിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായ കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച്. പക്ഷെ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എപ്പോഴാണെന്ന് അറിയാം, നമ്മളിങ്ങനെ ക്യാൻസലൊക്കെ ചെയ്ത് യെസ് നമ്മൾ ആൻസറിലേക്ക് നല്ല പോലെ എത്തുമ്പോഴാണ് ആ ഒരു ആൻസറിൻ്റെ ഒരു വൃത്തിയും ഉണ്ടാകുള്ളൂ, നിങ്ങൾക്ക് ഫുൾ മാർക്സും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ കൂടുതലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും എന്നറിയോ, എല്ലാ വേർഡ് പ്രോബ്ലംസും വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ഏറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 824 into 25 നമുക്ക് എല്ലാവർക്കും അറിയാം 25നെ എന്താക്കി നമുക്ക് മാറ്റി എഴുതാം. യെസ്, 25നെ നമുക്ക് 100/4 എന്ന് നമുക്ക് മാറ്റി എഴുതാം അല്ലേ. ഇൻറ്റു 100/4. ഈ 4ഉം 824ഉം ക്യാൻസൽ ചെയ്തൂടെ. യെസ്, 4 into 2s are 8. അതുപോലെ 0. 4 into 6 are 24. that is equal to 20600. 824 into 25 മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ടല്ലേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ഒരു സാധനം ചെയ്ത് നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ആരും മറന്നു പോകരുത്. സോ യെസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ഇതുപോലത്തെ ബേസിക്സുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.